തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഇന്നി അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന മനുഷ്യർ അതിന് സാക്ഷികളാണ്. ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, 15 വർഷം ഈ നിയോജക മണ്ഡലത്തിന്റെ MLA എന്നുള്ള നിലയിൽ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വവും അതിന്റെ സമ്പൂർണതയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന് നിങ്ങൾ എല്ലാവരും ഈ നായർത്തോട് പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നപ്പോൾ സാക്ഷികളാണ്. നായർത്തോട് പാലം ഔപചാരികമായി നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്ന സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കർമ്മോത്സുകനായ മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് അവറുകളാണ്. അദ്ദേഹത്തിന് ഇന്ന് വയനാട്ടിൽ ചൂരൽമല പ്രകൃതി ദുരന്തത്തോടനുബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതക്ക് ആശയും അത്താണിയുമായി നൽകപ്പെടുന്ന ഭവനങ്ങളുടെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നതിനാൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ നായർത്തോട് പാലത്തിന്റെ സമർപ്പണം ഇന്ന് നടക്കുന്നത്. 1/4 നൂറ്റാണ്ട് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന അദ്രുക്ക എന്ന് ബഹുമാനപൂർവം സ്നേഹത്തോടെ നാട്ടുകാർ വിളിച്ചിരുന്ന അബ്ദുറഹിമാൻ, അദ്ദേഹം രോഗാസന്നനായി പുറത്തൊരു ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്ന ഒരു മുഹൂർത്തമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത്. നാടിനെക്കുറിച്ചും പുറത്തൂർ ഉൾപ്പെടുന്ന ഈ ദേശത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത ഒരാളാണ് അദ്രുക്ക. അദ്ദേഹം അത്യാസന്ന നിലയിൽ രോഗത്തോട് മല്ലിട്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, MLA ഈ നായർത്തോട് പാലം യാഥാർത്ഥ്യമാക്കണം. അത് ഈ നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, അതിന് ശ്രമിക്കണം. ആ വാചകങ്ങൾ ഒരു ഉൾപ്രേരണയായി ഈ പാലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിലും എന്റെ മനസ്സിലുണ്ടായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങളുടെ MLA എന്നുള്ള നിലയിൽ മന്ത്രിസഭയിൽ അംഗമാകാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ആ സമയത്താണ് നമ്മളുടെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 4 പാലങ്ങൾക്ക് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിപ്പിച്ചത്. അതിലൊന്ന് നായർത്തോട് പാലമാണ്. 56 കോടി രൂപ. 50 കോടി രൂപ ഒളമ്പക്കടവ് പാലത്തിന് എടപ്പാൾ പഞ്ചായത്തിലെ കോരളമ്പിൽ നിന്ന് മാറഞ്ചേരിയിലേക്കുള്ള
കോൾ നിലത്തിലൂടെയുള്ള പാലം, അതിന്റെ നിർമ്മാണം 60% പിന്നിട്ട് തീവ്ര രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേത്, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ടൗണിന് മേലെയുള്ള മേൽപ്പാലം, എടപ്പാടിലെ ഫ്ലൈ ഓവർ. 13 കോടി രൂപയാണ് അതിനുവേണ്ടി അന്ന് വകയിരുത്തപ്പെട്ടത്. തിരുനാവായ തവനൂർ പാലത്തിനും 62 കോടി രൂപ അനുവദിച്ചു. വർക്ക് ടെൻഡർ ചെയ്തു. പ്രവൃത്തിയെടുക്കാൻ വേണ്ടി ഈ പാലത്തിന്റെ പണിയെടുത്ത ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി സാധന സാമഗ്രികളുമായി തിരുനാവായയിൽ സൈറ്റിലെത്തിയപ്പോ അവർക്കൊരു നോട്ടീസ് കിട്ടി. ആ നോട്ടീസ് മെട്രോ ശ്രീധരൻ അയച്ച നോട്ടീസായിരുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പാലം നിർമ്മാണം തൽക്കാലം സ്റ്റേ ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച വിധിയുടെ കോപ്പി, അതിൽ പറഞ്ഞിരുന്നത് തവനൂർ ഭാഗത്തുള്ള 2 ക്ഷേത്രങ്ങളെ 2 ഭാഗത്താക്കും, അതിന്റെ നടുവിലൂടെ പാലം വന്നാൽ അത് പ്രയാസമുണ്ടാക്കും എന്നാണ് എഴുതിയിരുന്നത്. ഞങ്ങൾ ഈ സമയത്ത് പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സാധനങ്ങൾ ഇറക്കി മെഷീനുകൾ വന്ന ഘട്ടമാണ്. നിർത്തിവെക്കുകയല്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ നമുക്ക് ആ പാലത്തിന്റെ പണി തുടങ്ങാൻ കഴിഞ്ഞില്ല. എന്നാലും പണം പാസാക്കി, എഗ്രിമെന്റ് വെച്ചു, ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി പ്രവൃത്തിയെടുത്തു. ഇനി നമുക്കതിന്റെ വർക്ക് ആരംഭിച്ചാൽ മാത്രം മതി. ഹൈക്കോടതിയിൽ നിന്നുള്ള സ്റ്റേ വെക്കേറ്റ് ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിനോട് ആ കാര്യത്തിൽ കണിശമായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റ് മാറ്റിയാലുണ്ടാകുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ പാലമുണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആ പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ തവനൂർ ഭാഗത്തുള്ള 2 ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾ ഭാരതപ്പുഴയുടെ ഓരത്താണ്. ഏതാണ്ട് ഒരു ജീർണാവസ്ഥയിലാണ് ആ 2 ക്ഷേത്രങ്ങളും. ആ 2 ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുന്ന വിധം 2 ക്ഷേത്രത്തിന്റെയും പുഴയിലേക്കുള്ള ഭാഗം മുഴുവൻ കെട്ടി സംരക്ഷിച്ച് തിരുനാവായയിലുള്ളതുപോലെ തന്നെ 2 വലിയ നീണ്ട ബലിതർപ്പണ കടവുകൾ 2 ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും വിഭാവനം ചെയ്തിരുന്നു. സത്യത്തിൽ ആ പാലത്തിന്റെ പണി നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ 2 ക്ഷേത്രങ്ങൾ അതിന്റെ ജീർണാവസ്ഥയിൽ നിന്ന് മുക്തമാവുകയും അവിടെ 2 സ്ഥലങ്ങളിലും ബലിതർപ്പണ കടവുകൾ ഉണ്ടാവുകയും 100 കണക്കിന് വിശ്വാസികൾ നമ്മളുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബലിതർപ്പണത്തിനെത്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ കഴിഞ്ഞില്ല. 1-2 വർഷങ്ങൾക്കുള്ളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഈ പ്രദേശത്തിന്റെ MLA എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. നായർത്തോട് പാലത്തിന്റെ പ്രവർത്തനം, അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ദേശീയ കോസ്റ്റൽ അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭിക്കുക എന്നുള്ളതായിരുന്നു. അഴിമുഖത്തോട് വളരെ അടുത്താണ് ഈ പാലം. അഴിമുഖത്തിന്റെ ഇത്ര കിലോമീറ്റർ ദൂരത്ത് എന്തെങ്കിലും പദ്ധതികൾ വരികയാണെങ്കിൽ അതിന് കേന്ദ്ര കോസ്റ്റൽ അതോറിറ്റിയുടെ അനുമതി ലഭ്യമാവണം. ഡൽഹിയിലാണ് അതിന്റെ ആസ്ഥാനം. IAS ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ ചുമതല വഹിക്കുന്നത്, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ.
മന്ത്രിയായിരിക്കെ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും നമ്മളുടെ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ടാകും. നമ്മളയച്ച എസ്റ്റിമേറ്റും നമ്മളയച്ച പ്ലാനും ആദ്യം അംഗീകരിച്ചില്ല കോസ്റ്റൽ അതോറിറ്റി. അവർ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചു. ആ ഭേദഗതികൾക്ക് അനുസൃതമായി ജലപാത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പുഴയിലൂടെ വലിയ ബോട്ടുകൾ പോകുമ്പോൾ അതിന്റെ മുകൾ ഭാഗം തട്ടാത്ത വിധം പാലത്തിന്റെ നടുഭാഗം മധ്യഭാഗം ക്രമീകരിച്ച് രണ്ടാമതും നമ്മൾ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. അപ്പോഴും അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും എസ്റ്റിമേറ്റ് മടക്കി, പ്ലാനും. അവർ പറഞ്ഞ ആ ന്യൂനതയും തീർത്ത് മൂന്നാമതും അയച്ചു. അങ്ങനെ 4ാമത്തെ തവണ ഞാൻ ഈ MD വീണ്ടും വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സംസ്ഥാനത്തെ മന്ത്രി എത്ര തവണയാണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പാലവുമായി ബന്ധപ്പെട്ട അനുമതിക്കായി ബന്ധപ്പെടണം? ദിസ് ഈസ് ദി 4th ടൈം. ഇത് 4ാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ ഇനി ഈ ഫയൽ മടക്കി അയക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിലെ ഡിഫക്റ്റുകൾ അത് മുഴുവൻ എഴുതി മടക്കി അയക്കാൻ അഭ്യർത്ഥന. എല്ലാ ഡിഫക്റ്റുകളും തീർത്ത് ഇനി ഒരു തവണ കൂടി നിങ്ങൾക്ക് സമർപ്പിക്കും. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇതിനായിട്ട് ഞാൻ വിളിക്കില്ല. അങ്ങനെ 4ാമത്തെ തവണയും തിരിച്ചയച്ച ഫയല് 5ാമത്തെ തവണ വിളിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, this is the first time a minister of the state who contacted me to construct a bridge. ഇത്രയധികം തവണ ഒരു മന്ത്രിയും ഒരു സംസ്ഥാനത്തെ മന്ത്രിയും ഒരു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്നെ എന്റെ സർവീസ് ജീവിതത്തിൽ വിളിച്ചിട്ടില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നമുക്ക് കേന്ദ്ര കോസ്റ്റൽ അതോറിറ്റിയുടെ അനുമതി കിട്ടിയത്. ആ അനുമതി കിട്ടിയതിന് ശേഷം പാലത്തിന്റെ പണി ആരംഭിക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. സ്ഥലമേറ്റെടുപ്പ് ഞങ്ങൾ തന്നെ നേരിട്ട് വന്ന് ഓരോ വീട്ടുകാരെയും കണ്ടു. അങ്ങനെ ഓരോ സന്ദർഭത്തിലും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പരമാവധി തുക അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരുത്തർക്കും നഷ്ടമല്ലാത്ത രീതിയിൽ തന്നെ തുക ലഭിച്ചു. എല്ലാവർക്കും പണം വിതരണം ചെയ്തു. ആ വിതരണം ചെയ്യുന്നതിന് കുറച്ച് കാലതാമസമെടുത്തു. പാലത്തിന്റെ പണി പൂർത്തിയായി ഏകദേശം ഒരു 4-5 മാസം പിന്നിട്ടു. ഒരു 6 മാസം മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം കഴിയേണ്ടതായിരുന്നു. സ്ഥലമുടമകൾക്ക് പണം ഇത്രയാണ് എന്നുള്ളത് അവരോട് പറഞ്ഞു. എന്നിട്ടും പക്ഷേ അവർക്ക് വിശ്വാസം വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അവർക്ക് വിശ്വാസം വരാതെ നമ്മൾ അവരുടെ ഭൂമി ഏറ്റെടുക്കണ്ട. അവരുടെ അക്കൗണ്ടിൽ പണം വന്നതിന് ശേഷം മാത്രം ഭൂമി ഏറ്റെടുത്താൽ മതി. അങ്ങനെ അവരുടെ അക്കൗണ്ടിൽ നേരത്തെ നിശ്ചയിച്ച പണം അവരോട് പറഞ്ഞ തുക നിക്ഷേപിച്ചതിന് ശേഷം ഓരോരുത്തരും ബന്ധപ്പെട്ട ബാങ്കുകളിൽ പോയി അത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സ്ഥലം ഏറ്റെടുത്ത് ഈ അപ്രോച്ച് റോഡിനുള്ള പണി നമ്മൾ തുടങ്ങിയത്. ഒരാളുടെയും കണ്ണുനീരോ വിഷമമോ ദുഃഖമോ അലിയാത്ത മണ്ണിലൂടെയാണ്, കുതിരാത്ത മണ്ണിലൂടെയാണ് നമ്മൾ ഈ നായർത്തോട് പാലത്തിന്റെ വിസ്തൃതി, ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ആരോടും ഒരു ദ്രോഹവും ചെയ്തില്ല, ഒരാളെയും കഷ്ടപ്പെടുത്തിയില്ല. ഒരാൾക്കാണ് ടാർപോളിൻ കൊണ്ട് കെട്ടിയ ഒരു വീട് നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായത്. അദ്ദേഹത്തിനും
പരമാവധി തുക നൽകുന്നതിന് സാധിച്ചു. പലരും പല പ്രചാരവേലകളും നടത്തി, ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. എല്ലാം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി മനസ്സാ സഹിച്ചു. ഒരു ജനപ്രതിനിധിക്ക് തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു മേജർ പ്രൊജക്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ തീരദേശ റോഡ് 50 കോടി രൂപയാണ് അതിനുവേണ്ടി ആശാമ്പടി മുതൽ പടിഞ്ഞാറേക്കര വരെ റോഡ് വീതി കൂട്ടി റബ്ബറൈസ് ചെയ്യുന്നതിന് അനുവദിച്ചത്. നിങ്ങൾക്കറിയാം, ആശാമ്പടിയിൽ എത്തി അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ഈ റോഡ് ഉണ്ടായിരുന്നുള്ളൂ. 3 കിലോമീറ്റർ. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തീരദേശ റോഡില്ല. അതാണ് 54 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത്. അതും ഈ വിനീതൻ 1ാം പിണറായി മന്ത്രിസഭയിൽ നിങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രിയായിരിക്കുകയാണ്. അതിന്റെ പണി നേരത്തെ സ്ഥലമുള്ള പ്രദേശത്ത് വീതിയിൽ തന്നെ പൂർത്തിയാക്കി. കൂട്ടായി അങ്ങാടിയിലും പടിഞ്ഞാറേക്കര എത്തുന്നതിന്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോഴും സാധാരണ സർക്കാർ സ്ഥലമേറ്റെടുപ്പിന് അവലംബിക്കുന്ന മാർഗം സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങിയില്ല. MLA എന്നുള്ള നിലയിൽ ഞാൻ പലതവണ യോഗങ്ങൾ വിളിച്ചുകൂട്ടി. സ്ഥലമുടമകളോട് പറഞ്ഞത്, നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥലമേറ്റെടുപ്പ് ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾ സ്ഥലത്തിന്റെ സർവേക്ക് ഉദ്യോഗസ്ഥന്മാര് വരുമ്പോൾ സഹകരിക്കണം. അങ്ങനെ അവര് സഹകരിച്ചു. അവർക്ക് ഇത്ര രൂപയാണ് കിട്ടാൻ പോകുന്നത് എന്ന് ഏകദേശം എല്ലാവരോടും പറഞ്ഞു. ഇനി അതിന്റെ ഡിക്ലറേഷൻ വരുന്നതോടുകൂടി കൂട്ടായി അങ്ങാടിയിലും പടിഞ്ഞാറേക്കര എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് മുതൽക്കുമുള്ള സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. തീരദേശ ഹൈവേ മംഗലം വഴി അങ്ങനെ പോകാനായിരുന്നു നേരത്തെ പദ്ധതി ഇട്ടിരുന്നത്. ആ പദ്ധതി വേണ്ടെന്ന് വെച്ച് പടിഞ്ഞാറേക്കരയിൽ നിന്ന് നേരെ പൊന്നാനിയിലേക്ക് ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ബ്രിഡ്ജിന് ആവശ്യമായ 300 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു. അതിനെ തുടർന്നാണ് സ്ഥലമേറ്റെടുപ്പിനുള്ള പണവും അനുവദിച്ചത്. ഒരു ഹൗറ മോഡൽ പാലം അഴിമുഖമായതുകൊണ്ട് പാലത്തിന്റെ നിർമ്മാണത്തിൽ അതിവിദഗ്ധമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ ഭീമമായിട്ടുള്ള തുക വരും എന്ന ഘട്ടത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ഈ വിനീതനും പൊന്നാനിയിൽ അന്ന് ആ പ്രദേശത്തെ പ്രതിനിധീകരിച്ചിരുന്ന MLA, കേരള നിയമസഭയുടെ പ്രിയങ്കരനായിട്ടുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സമ്മർദ്ദം ചെലുത്തിയാണ് 300 കോടി രൂപ ഈ ഹൗറ മോഡൽ പാലത്തിന് വേണ്ടി, പടിഞ്ഞാറേക്കര പൊന്നാനി പാലത്തിന് വേണ്ടി അനുവദിപ്പിച്ചത്. അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ, അതിന്റെ ഡിസൈനിങ്, പ്ലാൻ, ഇതൊക്കെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര കോസ്റ്റൽ അതോറിറ്റിയുടെ അനുമതിക്കായി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്നും കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഒരു 3-4 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു പാലവും നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകും എന്ന് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രവർത്തിച്ച ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാൻ ഈ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാതെ ഇരുന്നിട്ടില്ല. ഒരുപക്ഷെ ഈ പുറത്തൂർ പഞ്ചായത്തിലാകും ഏറ്റവും അധികം ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. ആശാൻപടി മുതൽ പടിഞ്ഞാറേക്കര വരെ കടലിന്റെ ഓരത്തുകൂടെ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. മോട്ടോർ ബൈക്കിലും സൈക്കിളിലും ചെറിയ വാഹനങ്ങളിലും
ആളുകൾ കടല് കണ്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന റോഡ്, ആ റോഡും നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു. അതിന്റെ പുനർനിർമ്മാണ പ്രക്രിയ ഇപ്പോൾ നടന്നു വരികയാണ്. ഒരു പള്ളി, ആ പള്ളിയുടെ ടോയ്ലറ്റുകൾ അത് പൊളിച്ചു മാറ്റിയാലല്ലാതെ റോഡുകൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. പലതവണ പള്ളി കമ്മിറ്റിയുമായി സംസാരിച്ച് അവർക്ക് പുതിയ ടോയ്ലറ്റുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം പഴയ ടോയ്ലറ്റുകൾ പൊളിച്ചു. അവിടെയും ആരുടെയും വികാരം വ്രണപ്പെടുത്തിയില്ല. അങ്ങനെയാണ് തീരദേശത്തുകൂടെ ആശാൻപടി മുതൽ പടിഞ്ഞാറേക്കര വരെ പോകുന്ന റോഡ് നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. 8 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. പുറത്തൂരിലെ ബസ് സ്റ്റാൻഡ് കളൂർ റോഡ്, അതിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അത് റബ്ബറൈസ് ചെയ്യുകയാണ്. എന്തൊക്കെയാണോ ഒരു പ്രദേശത്തിന് വേണ്ടത് അതെല്ലാം ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നം ഒരു മാവേലി സ്റ്റോർ ഈ മേഖലയിലില്ല എന്നുള്ളതായിരുന്നു. അതിനും പരിഹാരം കണ്ടു. ഒരു പുതിയ മാവേലി സ്റ്റോർ പുറത്തൂർ പഞ്ചായത്തിൽ ഒന്നുണ്ടായിരിക്കെ തന്നെ രണ്ടാമത്തേതൊന്ന് ഈ തീരദേശവാസികൾക്ക് വേണ്ടി നമുക്ക് ഈ കരയിൽ തുറക്കാൻ വേണ്ടി സാധിച്ചു. നമ്മളുടെ സർക്കാർ സ്കൂളുകളെല്ലാം പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. 10 കോടിയോളം രൂപയാണ് അവിടെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ചെലവാക്കിയിരിക്കുന്നത്. 10 കോടി രൂപ ഒരു UP സ്കൂളിൽ ഗവൺമെന്റ്. 8 കോടി രൂപയാണ് പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ 10 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ചെലവാക്കി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. പടിഞ്ഞാറേക്കര ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. ഇനിയും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ടെൻഡർ കഴിഞ്ഞു. അതിന്റെ നിർമ്മാണത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ഭാരതപ്പുഴയിൽ ഒരു കിണർ കുഴിച്ചു. അതിനുശേഷം അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ടാക്കി. ആ പമ്പ് ഹൗസിൽ നിന്ന് പ്രധാനപ്പെട്ട ടാങ്കിലേക്കും ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കും വെള്ളം കൊണ്ടുവരാനുള്ള വലിയ പൈപ്പും നമ്മൾ സ്ഥാപിച്ചു. നിങ്ങൾ ആ പ്രദേശത്തുകൂടെ മുമ്പ് നടന്നുപോയപ്പോൾ ഓർമ്മയുണ്ടാകും. വീരാഞ്ചിറ മുതൽ നമ്മളുടെ പുറത്തൂർ റോഡ് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ വരെ ആ പൈപ്പ് ലൈൻ ഇട്ടതായിരുന്നു. റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അതിപ്പോ ശരിയാക്കി. ടാങ്കിനും ട്രീറ്റ്മെന്റ് പ്ലാന്റിനും ആവശ്യമായിട്ടുള്ള സ്ഥലം 3 പഞ്ചായത്തുകൾ ഒരുമിച്ച് വാങ്ങി. തൃപ്രങ്ങോട് പഞ്ചായത്ത്, അവിടേക്കാണ് ഇപ്പോൾ ആ പ്രധാനപ്പെട്ട ലൈൻ ഇട്ടിരിക്കുന്നത്. അവിടെ ടാങ്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. 2-3 വർഷത്തിനുള്ളിൽ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പോൾ നിങ്ങളുടെ പ്രദേശത്തേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞിരിക്കുന്ന പൈപ്പ് ലൈനിലൂടെ നിങ്ങൾക്ക് നല്ല സംസ്കരിച്ച പ്യൂരിഫൈഡ് വാട്ടർ, കുടിവെള്ളം ലഭ്യമാകും. 351 കോടി രൂപയാണ് 4 പഞ്ചായത്തുകളുടെ വെട്ടം, തൃപ്രങ്ങോട്, പുറത്തൂര്, മംഗലം, തലക്കാട് ഈ 5 പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതിക്കായിട്ട് 351 കോടി രൂപയാണ് അനുവദിപ്പിച്ചത്. അതിൽ കിണറും പമ്പ് ഹൗസും നമ്മളുടെ മണ്ഡലത്തിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിലാണ്. അതേ കിണറ്റിൽ നിന്നാണ് തിരൂരിലേക്കുമെല്ലാം വെള്ളം പോകുന്നത്. അതും നമുക്ക് പാഴ്വാക്കാക്കി നിലനിർത്തി പോകേണ്ടി വന്നിട്ടില്ല. 15 വർഷം തവനൂരിന്റെ MLA എന്നുള്ള നിലയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞ 90% കാര്യങ്ങളും എനിക്ക് അതിന്റെ പരിസമാപ്തിയിൽ, സമ്പൂർണതയിൽ എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം
നിങ്ങളുമായിട്ടല്ലാതെ ഞാൻ ആരുമായിട്ടാണ് പങ്കുവെക്കേണ്ടത്? തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഇന്നി അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന മനുഷ്യർ അതിന് സാക്ഷികളാണ്. ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, 15 വർഷം ഈ നിയോജക മണ്ഡലത്തിന്റെ MLA എന്നുള്ള നിലയിൽ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസവും നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്വവും അതിന്റെ സമ്പൂർണതയിൽ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന് നിങ്ങൾ എല്ലാവരും ഈ നായർത്തോട് പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നപ്പോൾ സാക്ഷികളാണ്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ നാടിന്റെ സമഗ്രമായിട്ടുള്ള വികസനം ലാക്കാക്കി നമുക്ക് മുന്നോട്ട് പോകണം. സഹകരണം എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായത് ഞാൻ ഇവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും, എല്ലാ പാർട്ടികളും, കോൺഗ്രസും മുസ്ലിം ലീഗും അതുപോലെ തന്നെ BJPയും എല്ലാം വികസന പ്രവർത്തനങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം ഞാൻ പറയണ്ട. അവര് ഏതൊരു വികസന പദ്ധതികൾ വരുമ്പോഴും മറ്റെല്ലാവരെയും പോലെ തന്നെ മുൻപന്തിയിൽ ഉണ്ടാകും. എന്തെങ്കിലും കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകർ, ഇടതുപക്ഷ മുന്നണിയുടെ UDFന്റെ എല്ലാം പ്രവർത്തകർ സ്നേഹത്തോടുകൂടി മാത്രമേ ഇക്കാലം അത്രയും അനുവർത്തിച്ചിട്ടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയവും വികസനത്തിന്റെ കാര്യത്തിൽ നോക്കിയിട്ടില്ല. ആര് താമസിക്കുന്ന മേഖലയാണത്, അതെനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് അവിടേക്ക് ഇപ്പൊ പെട്ടെന്ന് വേണം. അതെനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ അധിവസിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് വേണ്ട എന്ന് ഒരു ഘട്ടത്തിൽ പോലും തീരുമാനിച്ചിട്ടില്ല. ജനങ്ങളുടെ ഫണ്ടാണ് സർക്കാരിന്റെ ഫണ്ട്. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം അങ്ങനെയാവണം. അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. കൂട്ടായി ലോക്കം ബ്രിഡ്ജിന്റെ പ്രവർത്തനവും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. 39 കോടി രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത്. ജലപാത വരുമ്പോൾ അതിലൂടെ ബോട്ടുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യവും കൂടി ഒരുക്കിയാണ് പഴയ പാലത്തിന്റെ ബലക്ഷയം കുറച്ച് ആ പദ്ധതി പൂർത്തിയാകാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പ്രവർത്തനവും വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചത് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും അവരുടെ നിസ്സീമമായ സഹകരണവും കൊണ്ടാണ് എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് നായർത്തോട് പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന് വേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ആ ഒരു കൃത്യവും കൂടി അദ്ദേഹത്തിനായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.